ഗുഡ് മോർണിംഗ് മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ചൊവ്വാഴ്ച 2026 ആദ്യത്തെ വീക്കിലി എക്സ്പയറിയിലേക്കാണ് കടക്കുന്നത്. തീർച്ചയായിട്ടും വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നുണ്ടായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ പോലും ഇന്ത്യൻ വിപണി അതിൻ്റെ ഒരു റെസീലിയൻസ് പ്രകടമാക്കിയ ദിവസമായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ മൂവ്മെൻറ്റ് പരിശോധിക്കുമ്പോഴേക്കും 26,200 എന്നൊരു ലെവൽ ത്രൂ ഔട്ട് ദ ഡേ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റി 50ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 26,210.05 എന്നൊരു ഡേ ലോയ്ക്കും 26,373.2 എന്നൊരു ഓൾ ടൈം ഹൈ ലെവലിനും ഇടയിൽ നിന്നുകൊണ്ടാണ് ഇന്നലെ പ്രധാനമായിട്ടും ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 26,200 എന്നൊരു ലെവലിന് മുകളിൽ 26,250.3 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ലോ ടോൺ ആയിരുന്നു പ്രധാനമായിട്ടും ഒരു വിപണിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഇൻഡെക്സുകളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിലും ഇൻഡെക്സുകളിലും പൊതുവേ നമുക്കൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. IT സൂചികയായിരുന്നു ഒരുപക്ഷെ ഇന്നലെ ഏറ്റവും കൂടുതൽ നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 550 പോയിൻറ്റ്സിനടുത്തൊരു ഇടിവാണ് ഇന്ത്യൻ IT സൂചികയിൽ ഇന്നലെ ഇൻട്രാഡേയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 37,771.15 എന്ന നിലയിലാണ് ഇന്നലെ IT സൂചികയിൽ ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. മറ്റ് ഇടിവ് രേഖപ്പെടുത്തിയ സെക്ടേഴ്സൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു മാസീവായിട്ടുള്ള ഒരു സെല്ലിംഗ് കാണുന്നില്ല. പകരം ഒരു ഫ്ലാറ്റ് ലോ ടോണിലേക്ക് ഹൈ ലെവൽസിൽ ഒരു നേരിയ തോതിലൊരു വിൽപ്പന സമ്മർദ്ദം നേരിട്ടു അല്ലെങ്കിൽ ഒരു ഇൻഡെസിസീവ്നെസ് മാത്രമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയുടെ ബാങ്കിലേക്ക് വരികയാൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പുതിയൊരു റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യ മിനിറ്റിൽ തന്നെ നിഫ്റ്റി ബാങ്ക് സൂചിക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 60,437.35 എന്നൊരു ഓൾ ടൈം ഹൈ ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 60,000 എന്നൊരു സൈക്കോളജിക്കൽ മാർക്ക് നിഫ്റ്റി ബാങ്ക് സൂചിക കൈവിട്ടിട്ടുണ്ടായിരുന്നു. 59,859.8 എന്ന നിലയിലാണ് ഡേ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പൊതുവെ വിലയിരുത്തപ്പെടുന്നത്, അതായത് ഇപ്പോൾ ബാങ്കിൻ്റെ അപ്ഡേറ്റ്സ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ്സുകൾ പ്രകാരം ഭൂരിഭാഗം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ബാങ്കുകളുടെ ഒക്കെ അപ്ഡേറ്റ്സ് മികച്ചതാണ്. ഒരുപക്ഷെ Q3യിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ബാങ്കിങ് സെക്ടറിന് സാധിക്കും എന്നൊരു ഇൻഡിക്കേഷനാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം HDFC ബാങ്കിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ HDFC ബാങ്കിനെ സംബന്ധിച്ചിട്ട് മികച്ച ഒരു ബിസിനസ് അപ്ഡേറ്റ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് കമ്പനിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഓഹരികളിൽ ഒരു വിൽപ്പനാ സമ്മർദ്ദമായിരുന്നു നേരിട്ടിരുന്നത്. ഓപ്പോസിറ്റായിട്ട് ICICI ബാങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു ICICI ബാങ്കിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ SBIN, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻ്റർനാഷണൽ ഹാൻഡ് ഓവേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും വീണ്ടും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യ, മെക്സിക്കോ, ക്യൂബ തുടങ്ങി വിവിധ രാജ്യങ്ങൾക്ക് മേൽ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ട്രംപ്. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് റഷ്യൻ ക്രൂഡിൻ്റെ ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടാരിഫ് കുത്തനെ ഉയർത്തുമെന്നൊരു ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. ക്യൂബയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ക്യൂബയെ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ വെനിസ്വേലയുടെ അതേപോലെയുള്ളൊരു മിലിറ്ററി അറ്റാക്ക് ക്യൂബയും നേരിട്ടേക്കാം, അല്ലെങ്കിൽ അതേ വിധി തന്നെയായിരിക്കും ക്യൂബയ്ക്കുമെന്നാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മെക്സിക്കോയോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഡ്രഗ് കാർട്ടലിനെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ മിലിറ്ററി ആക്ഷൻ നേരിടേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രീൻലാൻഡിലേക്ക് കൂടി അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ഡെൻമാർക്കിനോട് ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് നൽകണമെന്നും സ്ട്രാറ്റജിക്കലി പരിശോധിക്കുമ്പോഴേക്കും US-നെ സംബന്ധിച്ചിട്ട് വളരെ നിർണായകമായിട്ടൊരു ഭാഗമാണ് ഗ്രീൻലാൻഡ് എന്നും അതുകൊണ്ട് തന്നെ ഡെൻമാർക്ക് ഗ്രീൻലാൻഡിനെ തിരികെ നൽകണമെന്ന് കൂടിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ട്രംപിൻ്റെ ഇത്തരം പ്രസ്താവനകൾ വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോൺ അല്ലെങ്കിൽ കാര്യമായ തോതിൽ മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. ഡൗ ജോൺസ് 1.25% നേട്ടം നൽകിക്കൊണ്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കും S&P 500 സൂചികയും 0.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. ഏതായാലും ഇന്നലത്തെ US വിപണിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസ് സൂചിക ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്കാണ് കുതിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 600 പോയിൻറ്റ്സിൻ്റെ ഒരു റാലി ആയിരുന്നു. ആ ഒരു റാലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരുന്നു ഡൗ ജോൺസ് സൂചികയിൽ ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നാസ്ഡാക്ക് സൂചികയാണെങ്കിലും S&P 500 സൂചികയാണെങ്കിലും നേരിയ തോതിൽ ഒരു ഹൈ ലെവൽസിലൊരു വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടിരുന്നു എങ്കിൽ പോലും 0.5% ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അമേരിക്കൻ വിപണികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് ഇന്നലത്തെ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇറ്റ്സ് എ മിക്സഡ് ബാഗ്.
കാര്യം ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചെങ്കിലും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും ഒരു അല്പം വീക്ക്നെസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ സിറ്റി ബാങ്ക്, JP മോർഗൻ, ഗോൾഡ്മാൻ സാക്സ് മുതലായ ബാങ്കിങ് അല്ലെങ്കിൽ ഓൾഡ് ഇക്കോണമി സ്റ്റോക്സ് ലൈക്ക് കാറ്റർപില്ലറിലൊക്കെ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലെ കറന്റ് ലെവൽസിൽ നിന്നും നമുക്ക് വീണ്ടും ഒരു 600 മുതൽ 1000 പോയിന്റിന്റെ നേട്ടം കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു അല്പം വീക്ക്നെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 25,000 പോയിന്റിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെങ്കിൽ 25,750 മുകളിൽ ഈ ഒരു ഇൻഡെക്സ് ക്ലോസ് ചെയ്യണം. സർ, ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. ലോ ലെവൽസിലൊക്കെ ഒരു ബൈയിങ് നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഏർലി അവേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു ഹൈ ലെവൽസിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രശ്നമാണ് നേരിടുന്നത്. ഏകദേശം ബ്രണ്ടിലേക്ക് എത്തുമ്പോഴേക്കും 0.5% നേട്ടവും WTI ക്രൂഡ് 0.5%, ബ്രണ്ടിലേക്ക് എത്തുമ്പോൾ 0.5% ഇടിവും WTI ക്രൂഡിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 0.5% ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടൊരു ഷോർട്ട് കവറിംഗ് ആയിരുന്നു. അതിനെ തുടർന്ന് നമുക്കൊരു എക്സ്ട്രീംലി ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും WTI ക്രൂഡിന്റെ കേസിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. $59.25 റെസിസ്റ്റൻസ് ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ചുരുങ്ങിയത് $2 നേട്ടമെങ്കിലും പ്രതീക്ഷിക്കാം. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ $56. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ വീണ്ടും നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും. ഗോൾഡിൽ വരുമ്പോൾ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു 0.5% നേട്ടത്തിലാണ് ഇപ്പോൾ ഗോൾഡിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഗോൾഡിൽ കണ്ടിരുന്നത്. 2.66% നേട്ടം നൽകിക്കൊണ്ടാണ് ഗോൾഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കറക്ഷന് ശേഷം ഒരുപക്ഷെ വീണ്ടും ഒരു ഷോർട്ട് കവറിംഗ് ആയിരിക്കും ഗോൾഡിൽ നടക്കുക എന്ന തരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വീണ്ടും ഒരു റാലി റീസ്റ്റാർട്ട് ചെയ്യുകയാണോ ഗോൾഡിൽ? അല്ല, സ്വർണത്തിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നത്. സോ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 5-6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് വാട്ട് വി സോ വാസ് ഷോർട്ട് കവറിംഗ്. സോ അറ്റ് ദിസ് പോയിന്റ് സ്വർണത്തിന്റെ കേസിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം വളരെ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $4,420 സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നിലവിലുള്ള ഓൾ ടൈം ഹൈ ലെവൽ 4,585-89 ആ റേഞ്ച് എത്തുമ്പോഴേക്കും നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡും ആയിരിക്കണം. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഇന്നലെ വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 26,373.2 എന്നൊരു നിലയിലേക്കായിരുന്നു എത്തിയിരുന്നത്. അതിനുശേഷം അനിവാര്യമായിട്ടുള്ള ഒരു കറക്ഷനിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ത്രൂ ഔട്ട് ദ ഡേ പരിശോധിക്കുമ്പോൾ 26,200 എന്നൊരു ലെവൽ സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഡേ ലോ പരിശോധിക്കുമ്പോൾ 26,210.05 എന്ന നിലയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ നിഫ്റ്റി 50യെ സംബന്ധിച്ചുള്ള താങ്കളുടെ മുന്നോട്ടുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇനി നിയർ ടേമിൽ ഉടനെ തന്നെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ, അതോ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുമെന്ന് പോകുന്നൊരു എക്സ്പെക്ടേഷൻ ആണോ ഉള്ളത്? അണ്ടർടോൺ നിഫ്റ്റി 50 ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ നേട്ടം കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ കറന്റ് ലെവൽസിൽ എനിക്ക് തോന്നുന്നില്ല പ്രോഫിറ്റ് ടേക്കിംഗ് വേണ്ടി സമയം ഒരുങ്ങിക്കഴിഞ്ഞു വന്ന്. ബട്ട് എങ്കിലും ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷനുള്ള അവസരങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 26,000 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും. സോ ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് ഇസ് ദി കറന്റ് ഓൾ ടൈം ഹൈ അറൌണ്ട് 26,375. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ചുരുങ്ങിയത് 200 മുതൽ 300 പോയിന്റ് നേട്ടം നിഫ്റ്റി 50യുടെ കേസിൽ പ്രതീക്ഷിക്കാം.
ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചിട്ടുണ്ടായിരുന്നു. 60,437.35 എന്നൊരു നിലയിലേക്കാണ് ബാങ്ക് നിഫ്റ്റി കുതിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അത് ആ ഒരു തുടക്കത്തിൽ തന്നെയാണ് അത്തരം ഒരു മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം ഒരു സെല്ലിംഗ് പുഷ് നേരിട്ടിരുന്നു എങ്കിൽ പോലും ആ ഒരു സ്ട്രോങ്നെസ് അല്ലെങ്കിൽ ആ ഒരു കരുത്ത് കൈവിടാനായിട്ട് ബാങ്ക് നിഫ്റ്റി തയ്യാറായിട്ട് ഉണ്ടായിരുന്നില്ല. ഒരു ഫ്ലാറ്റ് ലോ ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 60,044.2 എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വളരെ സിമിലർ ആയിട്ട് ഒരു പാറ്റേൺ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നത്. അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കറന്റ് ലെവൽസിൽ വളരെ ഷോർട്ട് ടേം ചാർട്ട് നോക്കുമ്പോഴേക്കും നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ട്രെൻഡ് റിവേഴ്സൽ നടക്കുമെന്ന്. മേജർ സപ്പോർട്ട് 59,500 പോയിന്റിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേമിൽ വീക്ക്നെസ് കാണാൻ സാധിക്കും. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നിഫ്റ്റി 50യുടെ കേസ് പോലെ തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്സിലും പുതിയ ലോങ് പൊസിഷൻ എടുക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ നിഫ്റ്റി IT സൂചികയിൽ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു നേരിട്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം 600 പോയിന്റ്സിനടുത്ത്, അല്ലെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ 549.15 പോയിന്റിൻ്റെ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു 2 ദിവസങ്ങളിൽ നേരിയ തോതിലുള്ളൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരുന്നുവെങ്കിൽ പോലും ഇന്നലെ വീണ്ടും ഒരു സെൽ ഓഫിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലോ ലെവൽസിൽ വീണ്ടും ഒരു ബൈങ് ഇൻട്രസ്റ്റ് നടന്നിട്ടുമുണ്ട്. സോ നിഫ്റ്റി IT സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി IT സൂചികയിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതി നിലവിലുണ്ടോ? അല്ല, നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ കഴിഞ്ഞ 9 ട്രേഡിംഗ് സെഷൻസിലും നമുക്കൊരു സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഒരു അല്പം ആശങ്കയുണ്ട്. കാര്യം ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ കൈവശം നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 37,300 പോയിന്റ് ലെവലിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെ നിഫ്റ്റി IT ഇൻഡെക്സ് ക്ലോസ് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സെക്ടറിൽ കാണാൻ സാധിക്കുന്നില്ല. സർ, അടുത്തായിട്ട് ഈ ഒരു സെമി കണ്ടക്ടർ സെക്ടറിലുള്ള മോസ്റ്റിപ്പ് ടെക്നോളജീസിലേക്കാണ് വരുന്നത്. മോസ്റ്റിപ്പിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും 0.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊതുവേ കഴിഞ്ഞ ഒരു ഡിസംബർ 22 മുതൽ ഇങ്ങോട്ടേക്കുള്ളൊരു സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. സോ മോസ്റ്റിപ്പ് ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? മോസ്റ്റിപ്പിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 210 രൂപയിലായിരിക്കാം, 190 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് ലഭിക്കണമെങ്കിൽ 222ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വീക്കിൽ താങ്കൾ ഇതേ ഫോർത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ലിസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ IPO വന്ന പല ഓഹരികളിലും വളരെ ശക്തമായിട്ടുള്ളൊരു കറക്ഷന് ശേഷം ഒരു റാലി അല്ലെങ്കിൽ ഒരു മുന്നേറ്റം 2026 ഉണ്ടായേക്കാമെന്ന് പല നിക്ഷേപകരുടെയും പല പ്രേക്ഷകരുടെയും ഒക്കെ ഒരു ഫോക്കസിലേക്ക് വന്നൊരു ഓഹരിയാണ് ഗ്രോ എന്ന് പറയുന്നത്. ഗ്രോയെ സംബന്ധിച്ചിട്ട് വലിയ പ്രതീക്ഷകളോടുകൂടി വന്നിട്ടുള്ളൊരു ഓഹരിയായിരുന്നു. ആ ഒരു തുടങ്ങിയ സമയത്ത് ലിസ്റ്റ് ചെയ്ത സമയത്ത് വലിയ തോതിൽ മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗ്രോ ഓഹരികളുടെ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഗ്രോയുടെ കേസിൽ ആക്ച്വലി ലിസ്റ്റിംഗിന് ശേഷം നമുക്ക് വലിയൊരു സെല്ലിംഗ് പ്രഷർ ഒന്നും ഈ സ്റ്റോക്കിൽ കണ്ടിട്ടില്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നു വരുന്നതായിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 150 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ 158ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുക. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും ചുരുങ്ങിയത് 10 മുതൽ 14 രൂപയുടെ നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. സോ എൻ്റെ അടുക്ക് റീസെന്റ് ലിസ്റ്റഡ് സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിൽ എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന ചില സ്റ്റോക്സ് ആദ്യം തന്നെ ഓല ഇലക്ട്രിക്കിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് ടേം ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഓല ഇലക്ട്രിക്കിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 48 രൂപ. 48ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറുന്നത് സ്ഥിരീകരിക്കാൻ സാധിക്കും. മോബി ക്വിക്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 242. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം ലോങ് ടേം ട്രെൻഡിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 262.
പ്രോട്ടീൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 820, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് 920 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറത്തുള്ളൂ. സർ, അടുത്തായിട്ട് ചില PSU ഓഹരികളിലേക്കാണ് വരുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല ഡിഫൻസ്, അതിനോടൊപ്പം തന്നെ റെയിൽവേ ഓഹരികൾ ഒരു മുന്നേറ്റം രേഖപ്പെടുന്നെങ്കിലും അത്തരം ഒരു ട്രെൻഡ് റിവേഴ്സൽ ഒരു സാധ്യത ഉണ്ട് എന്ന്. അത്തരം ഒരു ഓഹരിയിലേക്കാണ് വരുന്നത്. ആദ്യമായിട്ട് IRCTC ഓഹരിയിലേക്കാണ് വരുന്നത്. IRCTCയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം 2.5% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് കഴിഞ്ഞൊരു 3 ട്രേഡിംഗ് സെഷൻസിലായിട്ടൊരു മുന്നേറ്റമായിരുന്നു കണ്ടിരുന്നത്. ഇന്നലത്തെ ഒരു ഇടിവോടുകൂടി ആ 3 ദിവസങ്ങളിലായിട്ട് നേടിയ നേട്ടമെല്ലാം തന്നെ ഒരു പരിധി വരെ ഈ ഒരു ഓഹരി ലോസും ചെയ്തിട്ടുണ്ട്. സോ IRCTC ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ IRCTCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി മാറിയിട്ടുണ്ട്. സോ ഓൾ ദ റെയിൽവേ സ്റ്റോക്സിൽ നമ്മൾ ഇപ്പോൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബിക്കോസ് ഇറ്റ് ഇസ് എഗൻസ്റ്റ് ദ ട്രെൻഡ്, വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ IRCTCയുടെ കേസിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 655 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കണമെങ്കിൽ 705 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. റെയിൽ ടെല്ലിന്റെ കേസിൽ ആക്ച്വലി ഇറ്റ് ഇസ് എ മച്ച് ബെറ്റർ സിറ്റുവേഷൻ. റെയിൽ ടെല്ലിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 383. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. ഇർക്കോണിന്റെ കേസിലും നമുക്ക് വളരെ സിമിലർ സെറ്റപ്പ് കാണാൻ സാധിക്കുന്ന 183 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. RVNLന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് 374. 374 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അടുത്തായിട്ടൊരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്കാണ് വരുന്നത്. HDFC AMCയിലേക്കാണ് വരുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ 18-ാം തീയതി വളരെ മാസീവായിട്ടൊരു ബൈങ് കടന്നു വന്നതിന് ശേഷം പിന്നീട് വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. സോ HDFC AMCയുടെ ട്രെൻഡിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? HDFC AMCയുടെ കേസിൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഈവൺ ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ ഈ സ്റ്റോക്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കും. 2690 റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ട. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 2590. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം തന്നെ സ്റ്റഡി ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്ക് ഇസ് UTI AMC. ബട്ട് UTI AMCയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദിസ് മൊമെന്റ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് 1080 രൂപയിൽ ഈ സ്റ്റോക്കിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഫോം ആയിട്ടുണ്ട്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. 1860 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1245 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം റീസെന്റ് ലിസ്റ്റഡ് കാനറ ബാങ്ക് റോബിക്കോ അസറ്റ് മാനേജ്മെന്റ് ഈ ഒരു കേസിൽ നമുക്ക് ഡിസംബർ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 300 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ ടു ദ പൊസിഷൻ. പുതിയ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 320 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്തായിട്ട് NTPCയിലേക്കാണ് വരുന്നത്. NTPCയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഏകദേശം ഒരു ഡിസംബറിൻ്റെ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഡിസംബർ 18 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടൊരു നേട്ടം നൽകി വന്നൊരു ഓഹരി കൂടിയായിരുന്നു. ഇന്നലെ വീണ്ടും ഒരു ഹൈ ലെവൽസിലേക്ക് കുതിച്ചിരുന്നു എങ്കിൽ പോലും ഹൈ ലെവൽസിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സെൽ ഓഫ് ആയിരുന്നു നേരിട്ടിരുന്നത്. ഏകദേശം ഒരു 0.5% നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് NTPC ഓഹരികൾ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ NTPCയിലുള്ള ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗുള്ള ഒരു അവസരമായി കണക്കാക്കുന്നുണ്ടോ? അല്ല, നമ്മൾ NTPCയുടെ ആക്ച്വലി കഴിഞ്ഞ ഒരു 4-5 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഹസ് ബീൻ ഇൻ എ കൺസോൾട്ടേഷൻ ഫേസ്. ബട്ട് എസ്പെഷ്യലി ഡിസംബർ മാസത്തിന്റെ തുടക്കം മുതലുള്ള ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് എക്സ്ട്രീം ഷോർട്ട് ടേമിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ലോങ് പൊസിഷൻസും എടുക്കാൻ സാധിക്കും.
നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 335. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. NTPCയോടൊപ്പം തന്നെ മറ്റ് പല PSU സ്റ്റോക്സിൽ നമുക്ക് ശക്തമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് ആദ്യത്തെ ഇറ്റ് ഇസ് കോൾ ഇന്ത്യ. കോൾ ഇന്ത്യയുടെ കേസിലും ഡിസംബറിന് തുടക്കം മുതൽ തന്നെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ട്രെൻഡ് ഹാസ് ചേഞ്ച്ഡ്. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. SJVNന്റെ കേസിൽ അനദർ അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്ക്. ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിട്ടുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിലും നമുക്ക് പുതിയ ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. 95ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ഓൾസോ ടേൺ ബുള്ളിഷ്. NHPCയുടെ കേസിൽ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 84 രൂപ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, അടുത്തതായിട്ട് ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയിലേക്കാണ് വരുന്നത്. സജിലിറ്റി സജിലിറ്റി ലിമിറ്റഡിലേക്കാണ് വരുന്നത്. സജിലിറ്റി ലിമിറ്റഡിനെ സംബന്ധിച്ചിട്ട് ഒക്ടോബർ 30 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിലായിരുന്നു ഈ ഓഹരി നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഡിസംബറിൽ വീണ്ടും ഒരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. കഴിഞ്ഞ ഒരു ഡിസംബർ 22 മുതൽ ഇങ്ങോട്ടേക്കുള്ള സെഷൻസ് പരിശോധിക്കുമ്പോഴേക്കും വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഈ ഓഹരിയിൽ കാണുന്നത്. ഇന്നലെയും ഏകദേശം 1.5% മുകളിൽ ഒരു നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. സോ സജിലിറ്റി ലിമിറ്റഡിലുള്ള ട്രെൻഡിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സജിലിറ്റിയുടെ കേസിൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 54.50 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അപ്സൈഡ് മൊമെന്റം കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 47ന്റെ റെസിസ്റ്റൻസ് സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സർ, അടുത്തായിട്ട് ഹണിവെൽ ഓട്ടോമേഷനിലേക്കാണ് വരുന്നത്. ഹണിവെല്ലിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് തുടർച്ചയായിട്ടൊരു മുന്നേറ്റമാണ് ഓഹരിയിൽ കാണുന്നത്. ഹൈ ലെവൽസിലേക്ക് എത്തിയിരുന്നു എങ്കിൽ പോലും ഹൈ ലെവൽസിൽ വളരെ ശക്തമായിട്ടുള്ളൊരു സെല്ലിംഗ് പുഷാണ് ഹണിവെൽ ഓട്ടോമേഷനിൽ ഇന്നലെ കാണാൻ സാധിച്ചത്. സോ ഹണിവെൽ ഓട്ടോമേഷനിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? അൺഫോർച്ചുനേറ്റ്ലി ഹണിവെൽ ഓട്ടോമേഷന്റെ കേസിൽ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട് അണ്ടർ പെർഫോമൻസ് ആ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദിസ് പോയിന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. 37,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന നേട്ടം അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 2025 ഓൾമോസ്റ്റ് ഒരു 500% മുകളിൽ നേട്ടം നൽകിയ ഒരു ഓഹരിയായിരുന്നു ക്യൂപിഡ് ലിമിറ്റഡ്. ക്യൂപിഡിനെ സംബന്ധിച്ചിട്ട് പൊതുവെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും വളരെ മാസീവായിട്ടൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻട്രാഡേ ജനുവരി 2-ാം തീയതിയിൽ വളരെ ശക്തമായിട്ട് ഓൾമോസ്റ്റ് 20% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. 7%-അടുത്തൊരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ ഒരു ലോ ലെവലിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ടാണ് കാണുന്നത്. സോ ക്യൂപിഡ് ലിമിറ്റുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ക്യൂപിഡിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് ക്യൂപിഡിന്റെ കേസിൽ നമ്പർ 1 ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ഈ സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് ഒത്തിരി നേട്ടമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു മൂവ് ആയിരിക്കുമെന്ന്. നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ ഇൻവെസ്റ്റിങ്ങോ ട്രേഡിങ്ങോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം ഇത്തരം സ്റ്റോക്സിൽ പെട്ടെന്നായിരിക്കും ആ ഒരു സെല്ലിംഗ് പ്രഷർ വരിക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു നല്ലൊരു എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് എ ഡിക്സൺ ടെക്നോളജി. ഡിക്സന്റെ കേസിൽ 2023 ഫെബ്രുവരി മാസം മുതൽ ഡിസംബർ 2024 വരെ ഓൾമോസ്റ്റ് ഒരു 1-1.5 വർഷം നീണ്ടു നിന്ന ഒരു ബുള്ളിഷ് റാലിക്ക് ശേഷം വലിയൊരു സെൽ ഓഫ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ പെട്ടെന്ന് വന്നത്. സിമിലർ തിങ് ക്യാൻ ഹാപ്പൻ ഇൻ ദ കേസ് ഓഫ് ക്യൂപിഡ്. സോ ക്യൂപിഡിന്റെ കേസിൽ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇത്തരം സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. അടുത്തായിട്ട് അശോക് ലേലാൻഡിലേക്കാണ് വരുന്നത്. അശോക് ലേലാൻഡിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു ഓഗസ്റ്റ് മാസത്തിന് ശേഷം തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടൊരു കറക്ഷനിലേക്കൊക്കെ നീങ്ങിയിരുന്നു എങ്കിൽ പോലും അവിടെ നിന്നൊക്കെ ഓഹരിയിൽ വീണ്ടും ഒരു വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇന്നലെയും ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓഹരിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. സോ അശോക് ലേലാൻഡ് ഓഹരികളിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്?
അശോക് ലെലന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. നമ്മൾ ഇന്നലെ ഇതേ ഫോർത്തിൽ നമ്മൾ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ ദ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് ഇസ് ട്രേഡിംഗ് അറ്റ് റെക്കോർഡ് ഓൾ ടൈം ഹൈ. സോ ഓട്ടോ ഇൻഡെക്സ് ഓട്ടോ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും വെദർ ഇറ്റ് ഇസ് M&M, വെദർ ഇറ്റ് ഇസ് ഹീറോ മോട്ടോർ, TVS മോട്ടോർ, മാരുതി മുതലായ ഏത് മേജർ ഓട്ടോ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാലും ട്രെൻഡ് ഇസ് വെരി മച്ച് സിമിലർ. ഇൻ ഓൾ ദീസ് കേസസ് വളരെ ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് എക്സ്ട്രീംലി ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും അശോക് ലെലൻഡിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരു നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ട്രേഡിംഗ് പർപ്പസസിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 185 രൂപ 90 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ സപ്പോർട്ട് 179, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 176. കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാവൂ. ആൻഡ് മേജർ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് 193 താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഇന്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൂടി വരികയാണ്. IGL സംബന്ധിച്ചിട്ട് 2027 ഡിസംബറിലായിരുന്നു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2025 ജനുവരിയിൽ ഒരു ഹോൾ ടൈം ഹൈയിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ഡൗൺ ട്രെൻഡ് ആണ് ഈ ഓഹരിയിൽ കാണുന്നത്. ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ സ്റ്റേറ്റിലേക്ക് നീങ്ങിയിട്ടുമുണ്ട്. സോ IGLലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? So IGL is a small cap stock and കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. നിലവിൽ ഈ സ്റ്റോക്കിന്റെ ട്രെൻഡ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ബെയറിഷ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 300 സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കണമെങ്കിൽ 369 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചു. ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനും നൽകിയിട്ടില്ല എന്ന് പ്രേക്ഷകരെ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഓരോ നിക്ഷേപത്തിന് മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിനെ സമീപിക്കുക. ഏതായാലും ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.